SBI അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് നെറ്റ് ബാങ്കിങ് വഴി നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ നെറ്റ് ബാങ്കിങ്ങിൻ്റെ ക്രെഡൻഷ്യൽസ് വെച്ച് ലോഗിൻ ചെയ്യുകയാണ്. ലോഗിൻ ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ ഫോണിലേക്ക് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP എൻ്റർ ചെയ്ത് കൊടുക്കാം. OTP എൻ്റർ ചെയ്ത് സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ പേജിലേക്ക്, അതായത് ഡാഷ്ബോർഡിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ശേഷം നമുക്ക് ലഭിക്കുന്ന സ്ക്രീനിൻ്റെ മുകളിലായിട്ട് മൈ അക്കൗണ്ട്സ് ആൻഡ് പ്രൊഫൈൽ എന്ന ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ലഭിക്കുന്ന സ്ക്രീനിൽ നിന്ന് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതുപോലൊരു സ്ക്രീനാണ് ലഭിക്കുക. ഇവിടെ നമ്മുടെ അക്കൗണ്ട് നമ്പർ വിസിബിൾ ആയിരിക്കും. ഇവിടെ നമുക്ക് ബൈ ഡേറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും നിശ്ചിത മന്ത് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ലാസ്റ്റ് 6 മാസത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് 6 months എന്ന ഓപ്ഷൻ എടുക്കാം. ഫിനാൻഷ്യൽ ഇയർ എന്ന ഓപ്ഷൻ എടുക്കാം. ബൈ ഡേറ്റിൻ്റെ ഓപ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ഡേറ്റും അതുപോലെ തന്നെ എൻഡ് ഡേറ്റും നൽകി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഡേറ്റ്സിൻ്റെ ഉള്ളിൽ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സും മാത്രമായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ടോ അല്ലെങ്കിൽ വ്യൂ ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ലഭിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഫൈനാൻഷ്യൽ ഇയർ സെലക്ട് ചെയ്തു. എനിക്ക് വേണ്ടത് PDF ഫോമാറ്റിലാണെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ഇൻ PDF ഫോമാറ്റ് എന്ന ഓപ്ഷൻ അടിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് എക്സൽ ഷീറ്റിലായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ഇൻ MS Excel ഫോമാറ്റ് അടിക്കാം. ഇനി നിങ്ങൾക്കിത് ഡിജി ലോക്കറിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ടു ഡിജി ലോക്കർ എന്ന ഓപ്ഷൻ ഉണ്ട്, അത് ചൂസ് ചെയ്യാം. ഇനി ഇത് നിങ്ങൾക്ക് ജസ്റ്റ് വ്യൂ ചെയ്താൽ മതി, ഡൗൺലോഡ് ചെയ്യേണ്ട എന്നാണെന്നുണ്ടെങ്കിൽ വ്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ മാത്രമല്ല, എത്ര റെക്കോർഡ്സ്, ഒരു പേജിൽ എത്ര റെക്കോർഡ്സ് നിങ്ങൾക്ക് വേണം എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ SBIയിൽ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചുകൊണ്ട് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് എടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഓരോ മാസവും നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇമെയിലായിട്ട് ലഭിക്കുന്ന ഓപ്ഷനുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തിടാവുന്നതാണ്, നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഇതിനായിട്ട് നേരത്തെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന സെയിം മെനുവിൽ തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്നൊരു ഓപ്ഷനുണ്ട്, അതിൽ പോയി കഴിഞ്ഞ് നമ്മുടെ ഇമെയിൽ ID അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.